ഈ ഒരു കൊഴുവ ഫ്രൈ ഇങ്ങനെ ഭംഗിയിൽ വെച്ചേക്കണ കാണുമ്പോൾ നിങ്ങൾക്ക് കൊതി വരുന്നില്ലേ? അതിലും വലിയ പ്രത്യേകത ഈ ഒരു കൊഴുവ ഫ്രൈ ഉണ്ടാക്കിയത് ഒരു തുള്ളി ഓയിൽ പോലും ചേർക്കാതെയാന്ന് പറഞ്ഞാലോ. വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും സത്യം അത് തന്നെയാണ്. ചെറിയ കൊഴുവ കിട്ടിയപ്പോൾ ഞങ്ങൾ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഒരു തുള്ളി ഓയിൽ പോലും ചേർക്കാതെയാണ് ഞങ്ങൾ ഉണ്ടാക്കി ഫ്രൈ ചെയ്തെടുത്തത്. എയർ ഫ്രയറിൽ ഫിഷും ബീഫും മീനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. മസാലയൊക്കെ പുരട്ടി എയർ ഫ്രയറിൽ നിരത്തി വെച്ച ആ കൊഴുവ ആദ്യം തന്നെ ഞാൻ ഒരു 5 മിനിറ്റാണ് ഇട്ട് നോക്കിയത്. അതിനുശേഷം 2 പ്രാവശ്യം കൂടി 10 മിനിറ്റിൽ കുക്ക് ചെയ്ത് കിട്ടിയപ്പോഴാണ് ഞങ്ങൾക്ക് ഇത്രയും ഫ്രൈ ആയിട്ട് ആ ഒരു കൊഴുവ കിട്ടിയത്. എല്ലാം കഴിഞ്ഞ് കുറച്ച് നാരങ്ങ നീരും കൂടി ഇട്ട് കൊടുത്തപ്പോൾ ആ ഒരു കൊഴുവ ഫ്രൈക്ക് പ്രത്യേക രുചിയായിരുന്നു. ഒരു തുള്ളി ഓയിൽ പോലും ചേർക്കാതെ ആയതുകൊണ്ട് നല്ല ഹെൽത്തിയാന്ന് പറയാം. അതുപോലെ തന്നെ പിള്ളേർക്ക് കരിമുരാന്ന് കടിച്ച് കഴിക്കാനും പറ്റും. അത് മാത്രമല്ല, എയർ ഫ്രൈയിൽ ഒരു സാധനം ടൈം വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവിടേക്ക് തിരിഞ്ഞു പോലും നോക്കേണ്ട വരില്ല. ടൈം കഴിയുമ്പോൾ തന്നെ അത് ഓഫ് ആയിക്കോളും. നമ്മൾ പിന്നെ ചെന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും വേണമെങ്കിൽ വീണ്ടും ടൈമും ടെമ്പറേച്ചറും സെറ്റ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അത് മാത്രമല്ല, ഇപ്പോഴത്തെ വെളിച്ചെണ്ണയുടെയൊക്കെ വില വെച്ച് ഒരു തുള്ളി വെളിച്ചെണ്ണ പോലും ഉണ്ടാക്കാതെ ഇത്രയും ക്രിസ്പി ആയിട്ട് കൊഴുവ ഫ്രൈ ഉണ്ടാക്കി കിട്ടിയാൽ നമുക്ക് അത് തന്നെയല്ലേ ലാഭം. എല്ലാം കഴിഞ്ഞ് ചോറും അതിലേക്ക് സാമ്പാർ ഒഴിച്ച് ചക്കക്കുരും പാവയ്ക്കയും തോരനും ക്രിസ്പി ആയിട്ടുള്ള കൊഴുവ ഫ്രൈയും കൂട്ടി ആ ചോറ് വായിലേക്ക് വെക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം അതൊന്ന് വേറെ തന്നെയാണ്.